അറസ്റ്റ് തടഞ്ഞതോടെ കാക്കനാട് പടമുകളിലെ സിദ്ദിഖിന്റെ വീടിനു മുന്നിൽ ലഡു വിതരണം ചെയ്തു. പരിസരവാസികളാണ് അതുവഴി കടന്നുപോയ യാത്രക്കാർക്ക് ലഡു വിതരണം ചെയ്തത്. നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്കാണ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടു. സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. വീണ്ടും കോടതി കേസ് പരിഗണിക്കും. എന്തായാലും ഇതിൽ ഇപ്പോൾ നമ്മൾ സിദ്ദിഖിന്റെ പടമുകളിലുള്ള കാക്കനാട് പടമുകളിലുള്ള വീട്ടിലാണ്. സിദ്ദിഖ് ഇതുവരെയും എവിടെയാണ് എന്നത് സംബന്ധിച്ചൊരു സൂചനകളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ അന്വേഷണ സംഘം പരിശോധനകളടക്കം തുടരുകയായിരുന്നു. പക്ഷേ സിദ്ദിഖിനെ കണ്ടെത്താനോ മറ്റും ഒരു സൂചനകളിലേക്ക് പോലും എത്താൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ ജാമ്യം കിട്ടിയതിനെ തുടർന്ന് പരിസരവാസികൾ ചിലർ ഇവിടെ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സിദ്ദിഖിന്റെ ജാമ്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് ലഡു അടക്കം വിതരണം ചെയ്തുകൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ട്. എന്നാലും ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ച സിദ്ദിഖ് ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഒരു ആശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നെങ്കിലും ഇവിടെ ഉള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രകടനത്തിലേക്ക് പോകുന്നത്? എന്താണ് ഇങ്ങനെ ഒരു നമുക്കൊരു സന്തോഷം എന്ന് വെച്ചാൽ രണ്ടാഴ്ചത്തേക്ക് പുള്ളിയുടെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. പിന്നെ നിയമപരമായിട്ട് പുള്ളി മുന്നോട്ട് പൊക്കോളും. നിയമം സത്യം ജയിക്കും. സത്യത്തിന് എല്ലായിടത്തും വിജയം ഉണ്ടാവും. വെറുതെ ഈ ഇത്രയായിട്ട് ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്തുകയെന്ന് വെച്ചാൽ അദ്ദേഹം അത്യുന്നത നിലകളിലേക്ക് എത്തേണ്ട ആളാണ്. അപ്പോൾ പുള്ളിക്ക് ചെറിയൊരു തടസ്സമുണ്ടാക്കാൻ ഇതിന്റെ പുറകിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മുടെ അഭിപ്രായം തന്നെ അതന്നെ. നമ്മളിവിടുത്തുകാരനല്ല, കലൂക്കാരനാണ്. ഞാൻ ഇവിടെ ഒന്ന് താമസിക്കുന്ന ആളാണ്. ഇങ്ങനെ എനിക്ക് 45 വർഷമായിട്ട് പുള്ളി എനിക്കറിയാം. ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തിയാണ്. അതിലൊരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സന്തോഷം പ്രകടിപ്പിച്ചു. ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതേപോലെ സന്തോഷം. ഇപ്പം നാട്ടുകാരും അവരോട് എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ ഈ സമയമായത് കാരണമാണ് പലരും പല ജോലി തിരക്കായിട്ട് പോയിരിക്കുന്ന കാരണം എത്തിയിട്ടില്ല. വൈകുന്നേര സമയങ്ങളിൽ ഈ നാട്ടുകാർ മുഴുവൻ വരും. പാലച്ചോട് ജംഗ്ഷനിലെ ആൾക്കാർ എല്ലാവരും വരും. ഇവിടെ ആർക്കും അങ്ങനത്തെ എതിരഭിപ്രായമില്ല. ഏതായാലും ബഹുമാനമായിട്ട് അന്വേഷിക്കുന്നത് ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇന്ന് ജുഡീഷ്യറിയിൽ നിന്ന് ജാമ്യം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. അതാണല്ലോ വ്യക്തമായിട്ടുള്ള നമുക്ക് ചാനലുകാരും ഇത് രാവിലെ മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് വന്നിരിക്കുന്ന ജുഡീഷ്യറി ഒരു ജാമ്യം കൊടുക്കുന്നത് ജുഡീഷ്യറിയാണ്, നമ്മളല്ല കൊടുക്കുന്നത്. ജുഡീഷ്യറിക്ക് ജുഡീഷ്യറി വിലയുണ്ട്. ആ ജുഡീഷ്യറി കൊടുത്തിരിക്കുന്ന ജാമ്യം പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. തെറ്റുകളുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ഉള്ള ജുഡീഷ്യറി അത് എല്ലാം ആലോചിച്ചുകൊണ്ട് തിരുത്തും. അത്രയും മാത്രമേ ഉള്ളൂ. എന്തായാലും കുറച്ചുപേർ ഈ ജാമ്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തി വഴിയാത്രക്കാർക്ക് ലഡു വിതരണം ചെയ്തിരിക്കുന്നു. സിദ്ദിഖിനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് ഇത് സംബന്ധിയായ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണ സംഘം പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ സിദ്ദിഖിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇനിയുള്ള നടപടികൾ എന്താണ്? മ്യൂസിയം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റ് തുടർ നടപടികൾ ഈ 2 ആഴ്ച കാലത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.